ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. വൺ നാഷൻ വൺ ഇലക്ഷൻ എന്ന ആശയം നിലവിൽ വരാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് വൺ നാഷൻ വൺ ഇലക്ഷൻ എന്ന ആശയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും ശ്രമിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. രാജ്യത്തുടനീളമുള്ള ലോക്സഭയിലേക്കും സംസ്ഥാന അസംബ്ലിയിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിലാണ് ഈ ആശയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറെക്കാലമായി ഈ ആശയത്തിന്റെ വക്താവാണ്. നിലവിൽ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുമ്പോഴോ അല്ലെങ്കിൽ വിവിധ കാരണങ്ങളാൽ ഒരു സർക്കാർ പിരിച്ചുവിടുമ്പോഴോ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും വെവ്വേറെ തിരഞ്ഞെടുപ്പ് നടത്തുന്നു. സംയുക്ത വോട്ടെടുപ്പ് നടത്തുന്നത് കാര്യമായ ചിലവുകൾ കുറയ്ക്കാനും ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഉയർന്ന വോട്ടർമാരിലേക്ക് നയിക്കാനും കഴിയുമെന്ന് പിന്തുണ നൽകുന്നവർ വാദിക്കുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 60,000 കോടി രൂപ വിനിയോഗിച്ചിരിക്കുന്നു. ഈ തുകയിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ വഹിക്കുന്ന ചിലവും തിരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുന്നതിനുള്ള ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെലവും ഉൾപ്പെടുന്നു. കൂടാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ആവർത്തിച്ചുള്ള വിന്യാസവും കൈമാറ്റവുമായി ഗണ്യമായ വ്യക്തമായ ചെലവുകൾ ബന്ധപ്പെട്ടിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് ചുമതലകളും അനുബന്ധ ജോലികളും കാരണം ഓരോ തിരഞ്ഞെടുപ്പിലും സർക്കാർ സംവിധാനത്തിന്റെ പതിവ് ഉത്തരവാദിത്തങ്ങൾ അവഗണിക്കപ്പെടുന്നു. ഇതിൽ പരിഗണിക്കപ്പെടാതെ നിരവധി മനുഷ്യ മണിക്കൂറുകൾ ഉൾപ്പെടുന്നു. ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഇലക്ഷന്റെ ചരിത്രത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 1951-52 എല്ലാ വിധാൻസഭാ തെരഞ്ഞെടുപ്പുകളുമായി ഒത്തുവന്ന ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് മുതലാണ് ഒരേ സമയം തിരഞ്ഞെടുപ്പ് എന്ന ആശയം ആരംഭിച്ചത്. ഈ സമ്പ്രദായം 1967 വരെ തുടർന്നു വന്നു. തൂക്കുസഭകൾ ഈ പ്രവണതയെ തടസ്സപ്പെടുത്തി. തുടർന്നുള്ള വർഷങ്ങളിൽ അകാലത്തിൽ പിരിച്ചുവിട്ട ലോകസഭകളെയും സംസ്ഥാന നിയമസഭകളുടെയും ഒരു പരമ്പരയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ഒരേ സമയം തിരഞ്ഞെടുപ്പ് എന്ന കലണ്ടറിന്റെ താളം ഇത് തെറ്റിച്ചു. നിലവിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമുണ്ട്. ഒന്നിലധികം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സംസ്ഥാനത്തെ വിഭാഗങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും രാഷ്ട്രീയ പാർട്ടികളെ ശാശ്വതമായ പ്രചാരണ മോഡിൽ നിർത്തുന്നുവെന്നും അഴിമതി നടപടികളിലേക്ക് നയിക്കുന്നുവെന്നും പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നു. എന്നിരുന്നാലും പ്രാദേശിക പാർട്ടികളെയും സംസ്ഥാന രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുന്ന കേന്ദ്രത്തിന്റെ അധികാര ദുർവിനിയോഗത്തെക്കുറിച്ച് വിമർശകർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. നിലവിൽ നിയമം നടപ്പാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളുമുണ്ട്. സാധ്യതയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ നിർദ്ദേശം എതിർപ്പിനെ അഭിമുഖീകരിക്കുന്നു. വിമർശകർ ജനാധിപത്യ ചൈതന്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പ്രാദേശിക ആശങ്കകളെക്കാൾ ദേശീയ പ്രശ്നങ്ങളുടെ ആധിപത്യം, ഭരണഘടനാ ഭേദഗതികളും എന്നിവ ചൂണ്ടിക്കാണിക്കുന്നു. ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതിന് ഭരണഘടനാ ഭേദഗതികളും പാർലമെന്റിന്റെ മുന്നിൽ 2/3 ഭൂരിപക്ഷവും കുറഞ്ഞത് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ആവശ്യമാണ്. 83-85 2 ബി, 174 2 ബി, 386 75 3 എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ആർട്ടിക്കിളുകളിലെ ഭേദഗതികൾക്കൊപ്പം 1951 ജനപ്രാതിനിധ്യം നിയമസഭയിലെ മാറ്റങ്ങളും കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നു. മതിയായ EVM ലഭ്യത, പോളിംഗ് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവ ഉറപ്പാക്കുന്നത് സങ്കീർണത വർദ്ധിപ്പിക്കുന്നു. എന്നിരുന്നാലും നിലവിൽ വൺ നാഷൻ വൺ ഇലക്ഷൻ എന്ന ആശയം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി വരികയാണ്. ഈ ഷോർട്ട് ടൈമിൽ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും. താങ്ക് യു.